നമ്മൾ ഓർമ്മ വെച്ചപ്പോൾ മുതൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പല പല നിർവചനങ്ങളും കേട്ടിട്ടുണ്ടല്ലേ. അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞു നിൽപ്പുണ്ടല്ലേ. അതിൽ അങ്ങനെ എൻ്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, അതായത് എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴൊക്കെ കേട്ടാലും ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എനിക്ക് മതിവരാത്തത്, അതായത് ഞാൻ എത്ര കേട്ടാലും എത്ര വായിച്ചാലും എനിക്ക് ഒരിക്കലും മടുപ്പില്ലാത്ത കുറേ വാക്യങ്ങൾ, അത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്നേഹത്തെക്കുറിച്ച്. അത് സ്നേഹം സൽവോർക്കിഷ്ടം എന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സത്യമല്ലേ? സ്നേഹമില്ലെങ്കിൽ അതിനൊരു ഇമ്പമില്ല, അത് വെറും ഒരു ശബ്ദം മാത്രമാണ് അല്ലേ. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് എത്രയൊക്കെ കഴിവുകളുണ്ടായില്ലേ, എനിക്ക് പ്രവചനപരമുണ്ട്, എനിക്ക് പലതും വ്യാഖ്യാനിക്കാനുള്ള വരങ്ങളുണ്ട്, സകല രഹസ്യങ്ങളും ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്, സകല വിജ്ഞാനവുമുണ്ട്, മലകളെ മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള തക്ക വിശ്വാസം എനിക്കുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊന്നും ഒന്നുമല്ല. സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ഒരു അർത്ഥമില്ലെന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട്, എനിക്കൊത്തിരി സമ്പത്തുണ്ട്, ഞാൻ എൻ്റെ സകല സമ്പത്തുകൾ ഞാൻ ദാനം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. എൻ്റെ ഈ ശരീരം ഞാൻ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ദഹിപ്പിക്കുവാനും വിട്ടുകൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതും സ്നേഹമില്ലാതെ നമ്മൾ വെറും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അതിനൊന്നും ഒരർത്ഥമില്ല. അതിനൊന്നും ഒട്ടും ഒരു അർത്ഥമില്ലെന്നാണ് പറയുന്നത്, ഒരു പ്രയോജനവുമില്ല. അതിനകത്ത് പറയുന്ന കാര്യമാണ്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം ദയയുള്ളതാണ്, സ്നേഹം ഒരിക്കലും ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം ഒരിക്കലും അഹങ്കരിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, അത് അനീതിയിൽ ഒരിക്കലും സന്തോഷിക്കുന്നില്ല, അത് സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. അതായത് സ്നേഹത്തിനെക്കുറിച്ച് ഇതിലും വലിയ നിർവചനങ്ങൾ എനിക്ക് തോന്നുന്നില്ല നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നും. സ്നേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, അതായത് വെളുത്ത ചോറും കറുത്ത മുഖവും. അതായത് നമ്മൾ ചില വീടുകളിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെ ചില ആൾക്കാർ നമ്മളെ കാണുമ്പം അവരുടെ ആ മുഖം അത് സത്യം പറഞ്ഞാൽ നമ്മളെ അവരുടെ വീട്ടിലോട്ട് സ്വീകരിക്കുന്നത് തന്നെ അവരൊരു കറുത്ത മുഖത്തോടു കൂടിയായിരിക്കും. ഒരു സന്തോഷവും ഇല്ലാതെ, അവരുടെ ഒരു പുഞ്ചിരി ഇല്ലാതെ അവർ നമ്മളെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ സ്വീകരിച്ച് വീട്ടിലിരുത്തുന്നു. പക്ഷെ അവർ നമ്മുടെ മുന്നിൽ കൊണ്ട് വെക്കുന്ന ആഹാരം, അതായത് ആ ചോറിൻ്റെ കളർ വെള്ളയായിരിക്കും. ആ ചോറിൻ്റെ കളർ വെള്ളയാണെങ്കിൽ പോലും അവരുടെ ആ മുഖം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു സന്തോഷവും നമുക്ക് കണ്ടെത്തുവാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്താലും എന്ത് കൊടുത്താലും നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി ആണെങ്കിൽ മാത്രമേ അതിന് ഒരു അർത്ഥമുള്ളൂ. അന്നേരം സ്നേഹം നിറഞ്ഞ ഓരോ ദിവസവും നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ ദെൻ, ബൈ ബൈ.